ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഈച്ചയെ പറ്റിയാണ്. വീടുകളിൽ കാണപ്പെടുന്ന പറക്കുന്ന ഷഡ്പദങ്ങളിൽ ഏറ്റവും സാധാരണയായ പ്രാണിയാണ് ഈച്ച. ഇതുകൂടാതെ തേനീച്ച, മണിനീച്ച എന്നിങ്ങനെ വിവിധ തരം ഈച്ചകളുണ്ട്. ശവത്തിൽ പോലും മുട്ടയിട്ട് പെറ്റുപെരുകുന്ന ഇനം ഈച്ചകളുണ്ട്. ഈച്ചകളാണ് മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ രോഗങ്ങൾ പരത്തുന്ന പരാതവും. ഇംഗ്ലീഷിൽ ഹൗസ് ഫ്ലൈ എന്ന് വിളിക്കപ്പെടുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ ആവാസ വ്യവസ്ഥയുള്ളതും ഈച്ചകൾക്കാണ്. വിവിധ തരത്തിലുള്ള വീട്ട് ഈച്ചകളുണ്ട്. ഒന്നാമതായി മസ്ക ഡൊമസ്റ്റിക്ക, രണ്ടാമതായി മസ്കാനെ ബുലോ, മൂന്നാമതായി മസ്ക വിസിനി എന്നിവയാണ്. സാധാരണ പ്രായപൂർത്തിയായ ഈച്ചകൾ 6 മുതൽ 9 മില്ലിമീറ്റർ വരെ നീളമുണ്ടാവും. ഇവയുടെ നെഞ്ചിൻ്റെ മുകൾ ഭാഗം സാധാരണ ചാരനിറത്തിലായിരിക്കും. 4 വരകൾ കറുത്ത നിറത്തിൽ പുറത്ത് കാണാം. വയറിൻ്റെ അടിഭാഗം മഞ്ഞ നിറത്തിലും ആയിരിക്കും. ശരീരം ആകെ രോമങ്ങൾ നിറഞ്ഞിരിക്കും. പെണ്ണീച്ചകൾക്ക് ആണീച്ചകളേക്കാൾ അല്പം വലിപ്പം കൂടുതൽ കാണും. അവയുടെ കണ്ണുകൾക്കും വലിപ്പം കൂടുതലായിരിക്കും. ഈച്ചയുടെ ശരീരത്തിന് ശിരസ്, വക്ഷസ്, ഉദരം എന്നീ 3 ഭാഗങ്ങളാണ്. തലയ്ക്ക് അർദ്ധ ഗോളാകൃതിയാണ് ഉള്ളത്. തലയുടെ ഇരുവശത്തും ഓരോ സങ്കീർണ ചുവപ്പ് നേത്രമുണ്ട്. ഉടലിനോട് താരതമ്യപ്പെടുത്തുമ്പോൾ ഈച്ചയുടെ നേത്രങ്ങൾ വളരെയധികം വലിപ്പമേറിയതാണ്. ഇത് ഈച്ചയുടെ ഒരു പ്രത്യേകതയായി കണക്കാക്കാം. തലയുടെ മുന്നറ്റത്തായി ഒരു ജോഡി ശൃംഗിക കാണപ്പെടുന്നു. ഈ ശൃംഗികളിൽ 3 ഖണ്ഡങ്ങൾ ചേർന്നാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ അഗ്രഭാഗത്തായുള്ള ഖണ്ഡത്തിൽ സൂക്ഷ്മരോമങ്ങളുണ്ട്. തലയുടെ അടിഭാഗത്തായി അഗ്രഭാഗം തടിച്ച ശുഷ്ക അംഗം ഉണ്ട്. ഈ ഭാഗത്തെ ലേബല്ലം എന്നാണ് പറയുന്നത്. ദ്രവരൂപത്തിലുള്ള ആഹാര സാധനങ്ങളെ വലിച്ചെടുക്കാനായി ലേബല്ലം ഉപയോഗിക്കുന്നു. ആഹാര സാധനങ്ങളെ സ്വന്തം ഉമിനീരിൽ അലിയിച്ച ശേഷമാണ് വലിച്ചെടുക്കുന്നത്. ഈ പ്രക്രിയ ആണ് രോഗപകർച്ചയ്ക്ക് കാരണമായി തീരുന്നത്. ഈച്ചയുടെ ഉടലിന് അണ്ഡാകൃതിയാണ് ഉള്ളത്. ഇതിനടിയിലായി 3 ജോഡി കാലുണ്ട്. കാലിൻ്റെ അഗ്രഭാഗത്തായി ചെറിയ നഖങ്ങൾ പോലെയുള്ള ഘടന കാണപ്പെടുന്നു. ഓരോ കാലിലും ഇത്തരം ഒരു ജോഡി ചെറിയ നഖങ്ങൾ വീതമുണ്ട്. ദംഗങ്ങൾക്കിടയിൽ സൂക്ഷ്മരോമങ്ങൾ കാണപ്പെടുന്നു. ചില സൂക്ഷ്മരോമങ്ങൾ പൊള്ള ആയതിനാൽ അവയ്ക്കുള്ളിൽ രോഗാണുക്കൾ കൂട്ടമായി കാണപ്പെടാറുണ്ട്. ഈ സൂക്ഷ്മരോമങ്ങൾക്ക് എപ്പോഴും നനവുണ്ടായിരിക്കും. ഒരു പ്രത്യേക ദ്രാവകത്തിൻ്റെ സാന്നിധ്യമാണ് ഇതിന് കാരണം. മിനുസമുള്ള പ്രതലങ്ങളിലൂടെയുള്ള ഈച്ചയുടെ ചലനങ്ങൾക്ക് ഈ ദ്രാവകം പ്രയോജനപ്പെടുന്നു. ശരീരം വെടിപ്പായി സൂക്ഷിക്കുന്നതിന് കാലിൻ്റെ അഗ്രഭാഗത്തുള്ള സൂക്ഷ്മരോമങ്ങൾ സഹായിക്കുന്നു. ഉടലിൻ്റെ 2ാം ഖണ്ഡത്തിൽ നിന്നാണ് ഒരു ജോഡി ചിറകുകൾ ഉപയോഗിക്കുന്നത്. ചിറകുകൾ ഏതാണ്ട് ത്രികോണ ആകൃതിയിലാണ്. അവ കട്ടി കുറഞ്ഞതും സുതാര്യവുമാണ്. ചിറകുകൾക്ക് പിന്നിലായി ഒരു ജോഡി സ്പർശനികളുണ്ട്. ഇവയാണ് ഈച്ചകൾക്ക് പറക്കുമ്പോൾ സമതുലന അവസ്ഥ ലഭിക്കാൻ സഹായിക്കുന്നത്. വളരെ വേഗത്തിൽ പറക്കുവാനുള്ള കഴിവ് ഈച്ചകൾക്കുണ്ട്. ഒരു സെക്കൻഡിൽ ഈച്ച 400-ലേറെ പ്രാവശ്യം ചിറകുകൾ ചലിപ്പിക്കുന്നതായി കണക്കാക്കപ്പെടുന്നു. ഉദരഖണ്ഡങ്ങളുടെ എണ്ണം പരിശോധിച്ചാണ് ആൺ-പെൺ ഈച്ചകളെ തിരിച്ചറിയുന്നത്. ആണീച്ചയ്ക്ക് 8ഉം പെണ്ണീച്ചയ്ക്ക് 9ഉം ഖണ്ഡങ്ങൾ ഉണ്ടായിരിക്കും. വാഴ്ചയെത്തിയ ഒരു പെണ്ണീച്ച 500 മുതൽ 2000 വരെ മുട്ടകൾ ഇടുന്നു. മനുഷ്യൻ്റെയും ജന്തുക്കളുടെയും വിസർജ്യങ്ങൾ, സസ്യങ്ങളുടെയും ജീവികളുടെയും അഴുകുന്ന അവശിഷ്ടങ്ങൾ, ചപ്പ്, ചവറ്, കൂമ്പാരങ്ങൾ മുതലായവയാണ് ഈച്ച സാധാരണയായി മുട്ടയിടുന്നത്. അതായത് അഴുകുന്ന എല്ലാ ജൈവ വസ്തുക്കളും ഈച്ച ഭക്ഷിക്കുകയും അവിടെ തന്നെ മുട്ട ഇട്ട് പെറ്റുപെരുകയും ചെയ്യുന്നു. മുട്ടയ്ക്ക് അണ്ഡാകൃതിയും വെള്ള നിറവും ആയിരിക്കും. സാധാരണയായി 8 മണിക്കൂർ മുതൽ 3 ദിവസം വരെയാണ് മുട്ട വിരിഞ്ഞ് ഇറങ്ങാനുള്ള കാലയളവ്. എന്നാൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ കാലയളവിന് വ്യത്യാസം കണ്ടുവരുന്നുണ്ട്. അന്തരീക്ഷ താപനിലയുടെ വ്യത്യാസമാണ് ഇതിന് കാരണമായി പറയുന്നത്. പിരിഞ്ഞിറങ്ങുന്ന ലാർവകളുടെ ശരീരം നീണ്ട് ഉരുണ്ട് തലവശം കൂർത്ത ആകൃതിയിലാണ് ഇരിക്കുക. വിളറിയ മഞ്ഞ നിറത്തോടു കൂടി ഈ ലാർവകളുടെ ശരീരത്തിന് 13 ഖണ്ഡങ്ങളുണ്ട്. വികാസം പ്രാപിച്ച തലയും കാലുകളും ഉണ്ടായിരിക്കില്ല. എന്നാൽ 6ാം ഘട്ടം മുതൽ ശരീരത്തിനടി ഭാഗത്തായി തുഴകൾ പോലെ സൂക്ഷ്മരോമങ്ങളായ അവയവങ്ങളുണ്ട്. ലാർവയെ എരിയാൻ സഹായിക്കുന്നത് ഇവയാണ്. ചുറ്റുമുള്ള അഴുകുന്ന ജൈവവസ്തുക്കളാണ് ലാർവയുടെ ഭക്ഷണം. ലാർവ 3 പ്രാവശ്യം പടം പൊഴിച്ച ശേഷം ഒരാഴ്ച കൊണ്ട് വളർച്ചയെത്തുന്നു. മൂന്നാമത്തെ
ഉറയൂരലിലൂടെ ലഭ്യമായ തൊലി ഉപയോഗിച്ച് ഒരു കവചമുണ്ടാക്കി സമാധിസ്ഥ ദശയിലേക്ക് കടക്കുന്നു. ഈ സമയം അവ ഉറച്ച പ്രതലത്തിലേക്ക് മാറുന്നു. ഈ ഘട്ടത്തിൽ ഇതിനെ പ്യൂപ്പ എന്നാണ് വിളിക്കുന്നത്. പ്യൂപ്പ ചലനരഹിതമാണ്. ഒരാഴ്ചത്തെ സമാധിക്ക് ശേഷം കവചം പൊട്ടി പൂർണ്ണ വളർച്ചയെത്തിയ ഈച്ച പുറത്തു വരുന്നു. സ്റ്റെമോക്സിസ് കാൻസറസ് എന്ന ഇനം വീട്ടീച്ച മനുഷ്യരെ കുത്തി മുറിവേൽപ്പിക്കാറുണ്ട്. പോളിയോ മൈലൈറ്റിസ് അതായത് പിള്ളവാതം രോഗാണുക്കളുടെ വാഹകരാണ് ഈ ഇനം ഈച്ചകൾ. കന്നുകാലികളുടെ കൊമ്പിൻ്റെ അടിഭാഗത്തായി കൂട്ടം കൂടിയിരുന്ന് ശല്യം ചെയ്യുന്ന ഇനം ഈച്ച ഹിമറ്റോബിയ സ്റ്റിമുലൻസ സ്പീഷീസുകളിൽ പെട്ടവയാണ്. വെള്ളത്തിൽ കൂടിയും ആഹാര പദാർത്ഥങ്ങളിൽ കൂടിയും പകരുന്ന വിവിധ ഇനം രോഗങ്ങളുടെ അണുക്കളെ വ്യാപിക്കുന്നതിൽ വളരെ വലിയ പങ്ക് ഈച്ചകൾക്കുണ്ട്. വയറിളക്കം, പിള്ളവാതം, ടൈഫോയിഡ്, അതിസാരം, കോളറ, വയറുകടി, മഞ്ഞപ്പിത്തം, ഹെപ്പറ്റൈറ്റിസ് എ, ആന്ത്രാക്സ്, ക്ഷയം, കണ്ണുരോഗം എന്നിവയുടെ രോഗാണുക്കൾ, ചിലവിരങ്ങളുടെ മുട്ടകൾ എന്നിവ ഈച്ചകൾ വഴിയാണ് വ്യാപിക്കുന്നത്. ഈച്ചയുടെ ശരീരവും കാലുകളും രോമാവൃതമാണ്. കാലിൻ്റെ അഗ്രത്തുള്ള ഉരുണ്ട മൃദുവസ്തുവും അതിന് നടുവിലുള്ള പൊള്ള ആയ രോമവും അതിനോട് ബന്ധപ്പെട്ട് കാണുന്ന പൊട്ടുന്ന ഒരു ദ്രാവകവും രോഗാണുക്കളെ യാന്ത്രികമായി പരത്താൻ സഹായിക്കുന്നു. ഈച്ച ആഹാര സാധനങ്ങളിൽ രോഗാണുക്കളുമായി വന്നിരിക്കുകയും അവയെ നിക്ഷേപിക്കുകയും ചെയ്യുന്നു. ഇതുകൂടാതെ ഈച്ചയുടെ ശരത് വിസർജ്യങ്ങളുടെയും രോഗവ്യാപനം സാധാരണമാണ്. ഒരു സംഘം ഗവേഷകർ നടത്തിയ പഠനങ്ങൾ അനുസരിച്ച് ഈച്ചകൾ അവയുടെ കാലുകൾ വഴി മാത്രമല്ല രോഗാണുക്കളെ പരത്തുന്നത്. ആഹാര പദാർത്ഥങ്ങൾ ചേർക്കുന്ന ഒരു സഞ്ചി മിക്ക ഈച്ചകളുടെ ശരീരത്തിലും കാണാറുണ്ട്. വായ്ക്കടുത്തുള്ള ഈ സഞ്ചിയിൽ നിന്ന് പിന്നീട് ആഹാര പദാർത്ഥത്തെ ഉദരത്തിലേക്ക് മാറ്റുന്നു. ഈ പ്രക്രിയയിൽ രോഗാണു സമ്മിശ്രമായാൽ അല്പം ആഹാര പദാർത്ഥത്തെ വെളിയിൽ തള്ളുന്നു. ഇതുവഴിയും രോഗങ്ങൾ വ്യാപിക്കാറുണ്ടെന്ന് പരീക്ഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഈച്ചകളോടുള്ള അമിതമായ ഭയത്തിന് പറയുന്ന പേരാണ് എപ്പിഫോബിയ. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിച്ചാൽ ഈച്ചകളെ പാടെ നിയന്ത്രിക്കാം. ഇവയുടെ പ്രത്യുൽപാദനം അഴുകുന്ന ജൈവവസ്തുക്കളിലാണ്. സാനിറ്ററി കക്കൂസുകളുടെ ഉപയോഗം കൊണ്ടും നല്ല മാലിന്യ സംസ്കരണ രീതികളും ഈച്ചയുടെ വർധന തടയാൻ കഴിയും. ആഹാര സാധനങ്ങൾ മൂടിവെക്കും വഴി ഈച്ച ശല്യം ഒരു പരിധിവരെ ഒഴിവാക്കാൻ കഴിയും. കർപ്പൂരം വെളിച്ചെണ്ണയിൽ ചാലിച്ച് ചെറിയൊരു പാത്രത്തിലാക്കി ഈച്ച ശല്യമുള്ള സ്ഥലത്ത് വെച്ചാൽ ആ പരിസരത്ത് ഈച്ച വരില്ല. കീടനാശിനികളും ഇപ്പോൾ ലഭ്യമാണ്. പക്ഷേ മിക്ക കീടനാശിനികൾക്കും എതിരെ ഈച്ചകൾ പ്രതിരോധം നേടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.